രതീഷ്, നേരത്തെ പിണറായി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ എത്ര വകുപ്പുകൾ അദ്ദേഹം കൈയാളി എന്നതാണ് അമ്പരപ്പോടെ അല്ലെങ്കിൽ വളരെ ഒരു വികസിച്ച രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചതെന്ന് ഓർമ്മയുണ്ടോ? മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത് 21 22 അല്ലേ? വി ഡി സതീശൻ്റെ ആകെ വകുപ്പുകളുടെ എണ്ണം അറിയാമോ? അല്ല, അത് അദ്ദേഹം പറയുക മാത്രമല്ല ചെയ്തത്. 29 വി ഡി സതീശൻ്റെ, മുഖ്യമന്ത്രിയുടെ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ. വകുപ്പുകൾ. ഹലോ, അതെ, 29 അല്ല, 39 വകുപ്പുകളാണ്. അതും ധനകാര്യവും നിയമവും 39 വകുപ്പ്, തുറമുഖവും അടക്കം. യെസ്, അതാണ് നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉള്ളത്. പറഞ്ഞോളൂ. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയുള്ളത്, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ധനകാര്യമോ അല്ലെങ്കിൽ തുറമുഖമോ പോലെയുള്ള വകുപ്പുകൾ പോലും വേണമെന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ പാർട്ടി നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ചതാണെന്നാണ് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം വേണമെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പോ അതുപോലെയുള്ള ഏതെങ്കിലും ചെറിയ വകുപ്പുകളെടുത്ത് മുഖ്യമന്ത്രിയായി തുടർന്നേനെ എന്നുള്ള നിലക്കാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഏറ്റവും ഗുരുതരമായ കാര്യം നേരത്തെ ജേക്കബ് സാർ, ശരി, നമ്മൾ തമ്മിൽ ആ കണക്ക് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ 39 പറഞ്ഞത്. 35 ലേറ്റസ്റ്റ് കണക്ക് 35. ശരി, രതീഷ് പറഞ്ഞോളൂ സാർ, പറഞ്ഞു. ഓക്കെ, ശരി. ജേക്കബ് സാറ് പറഞ്ഞ ഒരു കാര്യം, അതായത് ഈ പറയുന്ന നമ്മുടെ വിഴിഞ്ഞ പോർട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇത് ഈ തവണ ഉണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ഒന്നുമല്ല. കാരണം ഒരു കമ്പനി, പ്രത്യേകിച്ചും മെറിഡിയൻ ഷിപ്പിംഗ് കമ്പനി പോലെയുള്ള ഒരു ഷിപ്പിംഗ് കമ്പനി 13,270 കോടി രൂപ ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കുറഞ്ഞത് ഒരു 3 കൊല്ലമെങ്കിലും അവരിതിനെക്കുറിച്ച് പഠനം നടത്തുകയും വളരെ വിശദമായ പഠനം നടത്തി നേരത്തെ തന്നെ മുദ്രയിലും എണ്ണൂറിലും ഒക്കെ തന്നെ ഇവരുടെ പാർട്ണറായിരുന്ന ആളുകളോട് നേരത്തെ തന്നെ നിരവധി തവണ സംസാരിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ ചിലത് 2015 ഈ പ്രൊജക്ട് ഏറ്റെടുക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളും ഇതുപോലെയുള്ള ഡയലോഗ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അത് ഏറ്റവും ഒടുവിൽ വളരെ ആപ്റ്റായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് പിണറായി വിജയൻ സർക്കാർ പോവുകയും വി ഡി സതീശൻ സർക്കാർ അധികാരത്തിലേക്ക് വരികയും ചെയ്തപ്പോഴാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ഈ സമയത്തേക്ക് അവർ കൃത്യമായിട്ട് ഇത് പിച്ച് ചെയ്തത്. അല്ലാതെ ഒരു ഷെയർ ട്രാൻസ്ഫർ ഒന്നും ഒരു കാരണവശാലും ഒരു കൊല്ലം ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒന്നും നടക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇപ്പോൾ ഇവിടെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡോക്ടർ PK ഗോപൻ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ CPM പോലും വേണ്ടത്ര ശ്രദ്ധിച്ചോ എന്നെനിക്ക് സംശയമുള്ളൊരു കാര്യമാണ്. 2021 2% വോട്ടുകൾ കൂടിക്കൊണ്ട് 8 സീറ്റുകൾ കൂടിക്കൊണ്ട് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലേക്ക് വന്നത് മുതൽ കേരളത്തിൽ ഒരു വലിയ നെക്സസ് കാണാമായിരുന്നു. ആ നെക്സസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടക്കുപുറത്ത് മുതൽ 8.5 കൊല്ലം മുമ്പ് പറഞ്ഞതും അതുപോലെ പിന്നീടുള്ള ചില വാക്യങ്ങളുമടക്കം അത്ര ഗൗരവതരമല്ലാത്ത പല കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു സർക്കാരിനെ വളരെ നിശിതമായി ആക്രമിക്കാനായിട്ട് നിരവധി മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ചിരുന്നു. ആ കൂട്ടുപിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ആദ്യമായി ഇത് കേരളത്തോട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നേരത്തെ തന്നെ ഒരു പോഡ്കാസ്റ്റിൽ. അതായത് ഈ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ തുറമുഖം കയ്യിലേക്ക് വെച്ചു, അതുപോലെ ധനം കയ്യിലേക്ക് വെച്ചു, നിയമകാര്യ വകുപ്പ് കയ്യിലേക്ക് വെച്ചു. ഇപ്പം തന്നെ നിങ്ങൾ പറയുന്ന പോലെ ഈ പരിശോധിക്കാനുള്ള കമ്മിറ്റി ആരാണെന്ന് ചോദിച്ചാൽ ഈ കമ്മിറ്റികളുടെ എല്ലാം സെക്രട്ടറിമാരാണ്. എന്ന് പറഞ്ഞാൽ വി ഡി സതീശനോട് ഡിസ്കസ് ചെയ്ത് വി ഡി സതീശൻ തന്നെ തീരുമാനിച്ച് വി ഡി സതീശൻ തന്നെ തീരുമാനമെടുക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ അദാനിക്ക് വേണ്ടി മാറ്റാൻ കഴിയുമെന്ന് പറയുന്ന ഒരു സൗകര്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. ഇത് യഥാർത്ഥത്തിൽ അദാനിയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റൊക്കെ മൂലധന ശക്തികളുടെയൊക്കെ കാര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു വലിയ സൗകര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു കേരളത്തിൽ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.